Tansia, good morning. Good morning, sir. Okay, Hira, good morning. Vinisha, good morning. Sanu, good morning. Nazisha, good morning. Okay, let us start. Arabic. Okay, Vinisha, let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായിട്ടുള്ള ടെൻസുകളെ കുറിച്ചായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് 12 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ 12 ടെൻസുകളിലാണ് ഇംഗ്ലീഷിലെ വാചകങ്ങൾ വരികയുള്ളൂ. ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിലെ വാചകങ്ങൾ എഴുതാനായിട്ട് സാധിക്കില്ല. അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു. ഇനി ഇതിന്റെ തന്നെ ചിലപ്പോൾ ചില പാസീവ് വോയിസുകൾ വരും. അപ്പോ അവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ സ്ട്രക്ചറിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതാണ് ഇനിയുള്ള 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്താണ്. ഓക്കെ, അങ്ങനെയും ഇംഗ്ലീഷിൽ വാചകങ്ങൾ എഴുതാം. യെസ്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. എന്റെ ഓർമ്മ അതാണ്. അതായത് ജാൻസിയുടെ ഭർത്താവിനെ വിളിക്കാൻ ആരെങ്കിലും വന്നു. അപ്പൊ ജാൻസിയെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതാരാണ്, ഭർത്താവിനെ വിളിക്കാൻ വന്നത്. അപ്പൊ അകത്ത് നിന്ന് ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ വിളിക്കുന്നു എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു. അത് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 12 ടെൻസിന്റെ രീതിയിലല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ പാസീവ് വോയിസുകൾ. യെസ്, നിങ്ങൾ ഏതെങ്കിലും വഴിയരിയിലൂടെ പോകുന്നു. അപ്പൊ അവിടെ ഒരു പാമ്പിനെ തല്ലിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. നിങ്ങളത് കണ്ടിട്ട് ഒരു ആത്മകഥ പോലെ പറയുകയാണ്, സ്നേക്ക് കിൽഡ്. തെറ്റാണ്. പാമ്പ് ആരെയും കൊന്നിട്ടില്ല, പാമ്പിനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പൊ സ്നേക്ക് കിൽഡ് എന്ന് പറയുമ്പോ സ്നേക്ക് കിൽഡ് സമ്മൺ, വേറെ ആരെയോ ആയിരിക്കും. അത് പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്നേക്ക് കിൽഡ് എന്നല്ല, സ്നേക്ക് കൊല്ലപ്പെട്ടു അങ്ങനെ പറയും. പാമ്പ് കൊല്ലപ്പെട്ടു, പാമ്പ് കൊന്നു എന്നല്ല, പാമ്പ് കൊല്ലപ്പെട്ടു. അപ്പൊ ചെറിയ വ്യത്യാസം എൻ്റെ അടുത്ത് വരും. അതാണ് നമ്മൾ പറഞ്ഞ പാസീവ് വോയിസിന്റെ രീതി എന്ന് പറയുന്നത്. പാസീവ് വോയിസിന്റെ രീതി. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പാസീവ് വോയിസിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ തോന്നുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, അപ്പൊ ഞാൻ ആദ്യം ഒരു വാചകം ഞാൻ ഇവിടെ എഴുതുകയാണ്. ഐ ഡ്രിങ്ക് DRINK, ഡ്രിങ്ക് ടീ. ഒരു വാചകം കൂടെ എഴുതിയിട്ടുണ്ട്, ഐ ഡ്രിങ്ക് ടീ. എഴുതി വെച്ചു കേട്ടോ, ഐ ഡ്രിങ്ക് ടീ. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് അതിന്റെ വെർബാണ്. യെസ്, ചിലപ്പോൾ വേണമെങ്കിൽ ഐ ഡ്രിങ്ക് ടീ ഡെയിലി അങ്ങനെയൊക്കെ വരാം.
അപ്പൊ അതൊക്കെ നമുക്ക് തൽക്കാലം പരിഗണിക്കേണ്ട. ഐ ഡ്രിങ്ക് ടീ എന്നുള്ളത് മാത്രം നമ്മൾ എടുക്കുകയാണ്. എപ്പോഴും നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ആ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കും. ഈ വാചകത്തിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ തോന്നും എന്താണ് ഓബ്ജക്റ്റ് എന്ന്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിനോട് വി ക്യാൻ ആസ്ക് 2 questions. 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 വാട്ട്, ക്വസ്റ്റ്യൻ നമ്പർ 2 whom. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ 2 ചോദ്യങ്ങളിലല്ലാതെ ഈ ചോദ്യങ്ങളല്ലാതെ വേറെ ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല. അതിന്റെ ആൻസർ ഓബ്ജക്റ്റ് അല്ല. അപ്പോ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്ന വാചകത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമായിരിക്കും ഓബ്ജക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് കുടിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഡെയിലി. അത് ഓബ്ജക്റ്റ് അല്ല. എന്ത് കുടിക്കുന്നു അല്ലെങ്കിൽ ആരെ കുടിക്കുന്നു, എന്ത് കുടിക്കുന്നു, ടീ കുടിക്കുന്നു. അപ്പൊ ടീ ആണ് ഇതിന്റെ അകത്ത് ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ, ഓക്കെ സാനു, കറക്റ്റ് ആൻസർ, ടീ ആണ് ഓബ്ജക്റ്റ്. അപ്പൊ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. യെസ്, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാസീവ് വോയിസിൽ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ചെയ്ത ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. നോ ഇമ്പോർട്ടൻസ് ടു ഡൂവർ. ഡൂവർ. ചെയ്തത് ആരാണോ അയാൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്തിനാണ്? ഇമ്പോർട്ടൻസ് ഉള്ളത് അയാൾ ചെയ്ത പ്രവർത്തിക്കാണ്, അല്ലാതെ ചെയ്ത ആൾക്കല്ല. നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമനാണ് ഇമ്പോർട്ടൻസ്, രാമനല്ല കൊന്നത്, ഇമ്പോർട്ടൻസ്. പാമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രയും പറയുമ്പോൾ ചെയ്ത ആളല്ല, ആ ചെയ്ത പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, പാസീവ് വോയിസ് എന്ന് പറയുന്ന വാചകങ്ങളിൽ, എല്ലാ വാചകങ്ങളിലും ഡൂവർ, നോ ഇമ്പോർട്ടൻസ്, അതിന് പ്രാധാന്യം ഇല്ല. ചെയ്ത ആക്ഷനാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ, അത് കോമൺ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറുണ്ട്. അപ്പൊ എന്ത് കുടിക്കാറുണ്ട്? ടീ. ഓബ്ജക്റ്റ് നമുക്ക് കിട്ടി, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അറിയേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് അറിയണം. നമ്മളൊരു 12 ടെൻസ് പഠിച്ചു. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ. ഇത്രയും നമ്മൾ പഠിച്ചതിൽ ഇത് ഏത് ടെൻസിൽ വരും ടെൻസ് ചെയ്യാൻ? ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ. Okay, Sudhi SMS, your answer is right. No? Simple present. Very good, correct. Okay, Sanu, okay, Sirishmi. Good morning, Sirishmi. ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നോ സാറിന്റെ? No? സാർ ഇന്നലെ സാറിന്റെ ക്ലാസ് ഇല്ലായിരുന്നോ? ഇന്നലെ അല്ലേ? ഓക്കെ, ഇന്നലെ എടുക്കാതിരുന്നതേ, ഇന്നലെ നിങ്ങളുടെ ടീച്ചർക്ക് കുറച്ചധികം എടുത്ത് തീരാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ടീച്ചർ എന്റെ പീരീഡ് വായ്പ വായിച്ചാണ്. ഓക്കെ, അതാണ് കേട്ടോ. യെസ്, അപ്പൊ ഇംഗ്ലീഷിന് എക്സാമിനേഷൻ ഇല്ല, മറ്റു വിഷയങ്ങൾക്ക് എക്സാമിനേഷൻ ഉള്ളതല്ലേ. അപ്പൊ അവർക്ക് ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വായിച്ചത്. അപ്പൊ ഇന്ന് ഞാൻ ആരെയും കാണാണ്ട് നിങ്ങൾക്ക് കരുതരാം, കണ്ടിട്ടെങ്കിൽ അവർ ചോദിച്ചത്. യെസ്, വെരി ഗുഡ്. ഓക്കെ, വിഷയത്തിലോട്ട് നമുക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? യെസ്, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. അത് ടെൻസ് നോക്കണം. ഓക്കെ, ടെൻസ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതും. ആദ്യം എന്ത് എഴുതുന്നു? ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെ എഴുതുക. യെസ്,
ഓക്കെ 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 സോറി ആരും പറഞ്ഞില്ല ശ്രുതി. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? പറഞ്ഞായിരുന്നു, എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സെക്ഷൻ പറഞ്ഞാണ് സിമ്പിൾ പ്രസന്റിന്റെ. 2-3 എക്സാമ്പിൾ സാർ പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് അതങ്ങനെ വിടാം. അടുത്ത ടെൻസ് നമ്മൾ പറയുകയാണ്. ഈ ഡ്രിങ്ക് എന്നുള്ളത് ഞാനൊന്ന് മാറ്റി ഡ്രാങ്ക് നൽകിയ DRANK, ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് ടീ യെസ്റ്റർഡേ, ഇതാണ് ചോദിച്ച ചോദ്യം കേട്ടോ. ഐ ഡ്രാങ്ക് ടീ യെസ്റ്റർഡേ. യെസ്. അപ്പൊ പറയൂ ശ്രുതി, ഇതിന്റെ ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണ്. കാരണം ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. ചെറിയ വ്യത്യാസപ്പെടുത്തണം. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞാണ് ആരെ അല്ലെങ്കിൽ എന്ത് ആൻസർ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ആദ്യം എഴുതും. ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ ഈ സാമാന്യം ചേർക്കാൻ പാടില്ല. വാസ് അല്ലെങ്കിൽ വേറെ. അപ്പൊ ടെൻസ് നോക്കിയാലേ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം. യെസ്, അതിനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആഷ്ലി ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ നോ പ്രോബ്ലം. ഓക്കെ യെസ്, ഓബ്ജക്റ്റ് എഴുതുന്നു. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് എഴുതുന്നു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് എഴുതുന്നു. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വാചകത്തിന് നൈസി ഓക്കെ, ഈ വാചകത്തിന്റെ അതായത് ഐ ഡ്രാങ്ക് ടീ യെസ്റ്റർഡേ എന്നുള്ളതിന്റെ പാസീവ് വോയിസ് ഒന്ന് പറയാമോ? ഐ ഡ്രാങ്ക് ടീ യെസ്റ്റർഡേ എന്നുള്ളതിന്റെ പാസീവ് വോയിസ് ഒന്ന് പറയാമോ? തെറ്റാലും കുഴപ്പമില്ല, പറഞ്ഞു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ പോലെ അതിനൊരു ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. എന്താണ് ഓബ്ജക്റ്റ്? നൈസി ഒബ്ജക്റ്റ് ടി അല്ലേ സാർ? അല്ല, ശേഷം വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ ഗുഡ് മോർണിംഗ്. യെസ്. അപ്പൊ എന്ത് വരും? ഐ വാസ് അങ്ങനെ ഐ വാസ് ഡ്രങ്ക് ടീ അങ്ങനെ വരില്ല. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. യെസ്, ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ടീ ഡ്രങ്ക് അല്ല, അങ്ങനെ വരില്ലല്ലോ സാർ. ശരിയാവുണ്ട് എന്ന് പറഞ്ഞു. നൈസി. ടീ വാസ് ഡ്രങ്ക് ബൈ അല്ല, ഡ്രങ്ക് ബൈ യെസ്റ്റർഡേ വരും. ഡ്രിങ്ക് ഡ്രാങ്ക് ബൈ ഞാൻ പറയട്ടെ. He was drunk by yesterday അല്ല, അങ്ങനെ. He was drunk by me yesterday. ആ യെസ്റ്റർഡേ മീ എന്നുള്ളത് ലാസ്റ്റ് മതി. യെസ്റ്റർഡേ ചേർത്ത് അതിന്റെ ബൈ തുടങ്ങിയുള്ള ഏറ്റവും ഒടുവിൽ കേട്ടോ. അപ്പൊ എന്ത് വരും? He was drunk yesterday by me. ബൈ മീ എന്നുള്ളത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒമിറ്റ് ദി ഏജന്റ് ആണ്. ഓക്കെ, കാരണം പാസീവ് വോയിസ് ചെയ്താക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഐ എന്നാണെങ്കിൽ മീ എന്ന് മാറ്റണം. ഷീ എന്നാണെങ്കിൽ ഹെർ എന്ന് മാറ്റിയേക്കണം. ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറ്റണം. വി എന്നാണെങ്കിൽ അസ് എന്ന് മാറ്റണം. ഇത്രയും മാറ്റം മാറ്റിക്കണം ബൈ എഴുതുന്നതിന് മുമ്പ്. നോക്കാം, സബ്ജക്റ്റ് ഹി ആണെങ്കിൽ എന്ന് മാറ്റണം ഹിസ്. ഷീ ആണെങ്കിൽ ഹെർ. വി ആണെങ്കിൽ അസ്. ഐ ആണെങ്കിൽ മീ. ദേന്നാണെങ്കിൽ ദ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശ്രുതി,
യു എന്നാണെങ്കിലോ? യു ആണെങ്കിൽ യു തന്നെ സർ. യെസ് കറക്റ്റ്. യു ആണെങ്കിൽ യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു വാചകം പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇരിക്കും. സെന്റൻസ് ഇറ്റ്സെൽഫ് അല്ല, അത് തന്നെ അത് തന്നെ. ഓ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ്. ഇറ്റ്സെൽഫ് അല്ല, അത് തന്നെയാണ് പറയുന്നത്. വെരി ഗുഡ്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദ്യം ഇതാണ്. മാക്ബത്ത് killed 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 Duncan D capital DUNCAN Duncan. രണ്ടാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്യാം SHYAM ശ്യാം painted 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 a tree. Painted a tree. Okay. രണ്ടെണ്ണം തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റും നോക്കി. മാക്ബത്ത് killed Duncan. രണ്ടാമത്തേത് ശ്യാം painted a tree. സാർ ആദ്യത്തെ ഒന്നുകൂടെ പറഞ്ഞേ. എന്തോ? ആദ്യത്തെ ഒന്നുകൂടെ പറയാമോ? ഓക്കെ ഓക്കെ. മാക്ബത്ത് MACBETH മാക്ബത്ത് killed KILLED killed. Okay, Lashmi. Macbeth killed Duncan. Sanu, Ashiri, Sri Lashmi. Okay, Sanu. Okay, Nimi. Okay, Suzy. ആസിഡുള്ള കോസ്റ്റ് നോക്കിക്കോളൂ. ഓക്കെ കാൽസിയ. ഓക്കെ അശ്വിനി. ഓക്കെ നിമി. ഓക്കെ സുധി. ഓക്കെ ജാൻസിയ. ഓക്കെ ഹീര. Okay, okay, okay. Yes. No problem. No problem. Yes. Okay, okay, okay. Better late than never. Yes. Attila painted by. Okay. Here. Yes. അപ്പോൾ ഇത് എഴുതിയൊക്കെ ശരിയാണ്. എന്ത് ചെയ്താലും ഒരു തമാശക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് വായിക്കാം. താൻസിയ ആദ്യത്തെ വായിച്ചു. Tansия. Yes, Tansия വരുമെന്ന് വിചാരിക്കാം. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹീര ഹീര അത് വായിച്ചോളൂ. ഹീര ആദ്യത്തെ വായിച്ചോളൂ. Okay, sir. Duncan was killed by Macbeth. Okay, okay. Macbeth killed Duncan. Duncan was killed by മാക്ബത്ത്. ഈ ഡങ്കനും മാക്ബത്തും ആരാണെന്ന് അറിയാമോ? ഓക്കെ. ശ്രീലക്ഷ്മിക്ക് അറിയാം. പറയൂ ശ്രീലക്ഷ്മി, ഇംഗ്ലീഷിൽ പറയൂ. ആരാണ് ഡങ്കൻ, ആരാണ് മാക്ബത്ത്? ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷേക്സ്പിയറിന്റെ പ്ലേയിലെ ക്യാരക്ടേഴ്സ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇതിനകത്ത് ഒരുപാട് ജീവിതഗന്ധിയ കാര്യങ്ങൾ ഷേക്സ്പിയർ പറയുന്നുണ്ട്. അതായത് ഓക്കെ ശ്രീലക്ഷ്മി, രണ്ടു വരി അത് പറയില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. യെസ്. അതായത് ഓക്കെ ഓക്കെ. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള നാടകങ്ങളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം.
ഒന്ന് ദുരന്ത പര്യവസാനിയായിട്ടുള്ള നാടകങ്ങള്, മറ്റൊന്ന് ശുഭപര്യവസാനിയായിട്ടുള്ള നാടകങ്ങൾ. അപ്പൊ ഇതിനെ കോമഡി ആൻഡ് ട്രാജഡി എന്ന് വിഭജിക്കും. അതില് ഷേക്സ്പിയർ എഴുതിയ നാടകങ്ങളിലെ കോമഡി ആൻഡ് ട്രാജഡി, ട്രാജഡിയിൽ അവസാനിക്കുന്ന നാടകത്തിൽപ്പെട്ട ഒരു നാടകമാണ് മാക്ബത്ത് എന്ന് പറഞ്ഞത്. മാക്ബത്ത്. അപ്പൊ മാക്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സേനാനായകനാണ്. അദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഒരു പ്രേതത്തിനെ കാണും, ഒരു വിച്ചസ് എന്നാ പറയുന്നത്. അപ്പൊ ആ വിച്ചസ് ഈ മാക്ബത്തിനെ അഭിസംബോധന ചെയ്യുന്നത് ലക്ഷ്മി അഭിസംബോധന ചെയ്യുന്നത് ദ ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് വിളിച്ചിട്ടാണ്. അപ്പൊ തുടങ്ങി മാക്ബത്തിന്റെ മനസ്സിൽ ടെൻഷനായി. ഡങ്കനാണ് രാജാവ്, ഡങ്കൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ, പിന്നെ ഞാൻ എങ്ങനെ രാജാവാകും എന്ന് ഒരു ചിന്തയാണ് മനസ്സിൽ, ഒരു തോട്ട് വരികയാണ്. അപ്പൊ വീട്ടിൽ വന്ന് ഭാര്യയോട് അദ്ദേഹം പറയും, ഇങ്ങനെ ഞാനൊരു വിച്ചസിനെ കണ്ടു, അപ്പൊ അവര് എന്നെ അഭിസംബോധന ചെയ്തത് ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ടാണ്. യെസ്. അപ്പൊ ഡങ്കൻ രാജാവിന് വേണ്ടി ധാരാളം രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു വന്ന മാക്ബത്തിനോട് നന്ദി സൂചകമായിട്ട് ഒരു ദിവസം രാത്രി ഈ ഡങ്കൻ രാജാവ് മാക്ബത്തിന്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ വരികയാണ്. അങ്ങനെ രാത്രിയായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഡങ്കൻ രാജാവ്. അപ്പോ മാക്ബത്തിന്റെ ഭാര്യ വന്നിട്ട് ലേഡി മാക്ബത്തിനോട് പറയുകയാണ്, എന്താ പറയണത്, ഗോ ആൻഡ് കിൽ, ചെന്ന് അവനെ കൊല്ലുക. കാരണം ഇവരുടെ ഉള്ളിൽ ഒരു മോഹമുണ്ട്, മാക്ബത്ത് രാജാവായെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ എനിക്ക് ലേഡി മാക്ബത്തിന്റെ ആജ്ഞയാവുന്നു. യെസ്. അപ്പൊ ഭാര്യനെ ഭർത്താവിനെ നിർബന്ധിക്കൽ. അപ്പൊ ഭർത്താവ് ഭാര്യനെ നിരുത്സാഹപ്പെടുക, അത് ശരിയല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള മനുഷ്യനാണ് ഡങ്കൻ രാജാവ്. അദ്ദേഹത്തെ നമ്മൾ ശത്രുവല്ല, ഒന്നും പറ്റില്ല എന്ന് നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യനെ നിർബന്ധിച്ച് ഇതിൽ നല്ലൊരു അവസരമില്ല. ഗോ ആൻഡ് കിൽ. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുക്കുന്നത് കുറ്റകൃത്യം ചെയ്യാൻ. പിന്നെ ഈ ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് കിട്ടുന്ന മുറിയിലേക്ക് മാക്ബത്ത് വരികയും മാക്ബത്ത് ഡങ്കനെ കൊല്ലുകയുമാണ് രാജാവിനെ. ഡങ്കനെ മാത്രമല്ല കൊല്ലുന്നത്, അദ്ദേഹത്തിന്റെ ഒപ്പം ഉറങ്ങിക്കിടന്നിരുന്ന പരിചാരകരെയും കൊല്ലുകയാണ്. ഇവിടെ ഷേക്സ്പിയർ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊന്നിട്ട് മാക്ബത്ത് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പിന്നെ കാണുന്നത് അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന ലേഡി മാക്ബത്തിനെ. അപ്പൊ ലേഡി മാക്ബത്ത് പറയും, ഞാൻ കൊല്ലാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൊല്ലാമോ? ഇവിടെ ഷേക്സ്പിയർ പറയുന്നു, ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ ഒരു സ്ത്രീക്ക് ധൈര്യമുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധൈര്യക്കുറവ് കാണിക്കുന്ന സ്ത്രീയായി. നേരെ മറിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ അവന് ധൈര്യം ഉണ്ടാവില്ല. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യം കൂടെയാണ്. അതുകൊണ്ടാണ് രാജാവിനെ കൊല്ലാൻ പോയ ആള് ഭടന്മാരെ കൂടെ കൊന്നത്. കാരണം തെളിവ് കൂടി നശിപ്പിച്ചു. യെസ്. ഓക്കെ. അത് നിങ്ങള് സൗകര്യം പോലെ സമയം കിട്ടുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. അപ്പൊ അതിലധികം പറയുന്നുണ്ട് എന്താണ് ചെയ്യുന്നത്. ലൈഫ് ഇസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റോറിയാണ്, ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ജീവിതം എന്ന് വെച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഡ്ഢിക്ക് നല്ലൊരു കഥ പറയാൻ പറ്റില്ല. യെസ്. നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അല്ലെ? മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ ചിന്തിക്കുന്നു, ദൈവം ഡിസ്പോസസ്, അത് തകരം മറിക്കുന്നു, വേറെ വഴിക്ക് പോകുന്നു. യെസ്. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നത് മാക്ബത്ത് ആണെന്നുള്ള കാര്യം മാക്ബത്തിനറിയാം. തന്റെ ഭർത്താവാണ് ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നത് എന്നുള്ള കാര്യം മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിന് അറിയാം. സ്കോട്ട്ലൻഡിൽ ഒരു ജനത്തിന് പോലും അതറിയില്ല. ഇവർ രണ്ടുപേരും പുറത്ത് പറയുകയില്ല. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നാടകങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഇത് അവസാനിക്കണ്ടേ? അപ്പൊ ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? ക്ലൈമാക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്ത ആരാണെന്ന് അറിയണ്ടേ? യെസ്. അപ്പോ അവിടെ ഒരു രസകരമായ ഒരു സംഭവം ഷേക്സ്പിയർ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറ്റം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ടെൻഷനാണ്, ഭയങ്കരമായ വൈകാരിക പ്രശ്നമാണ്. അപ്പൊ ആ വക ടെൻഷനോട് കൂടിയിട്ട് ഈ ലേഡി മാക്ബത്ത് ഒരു ദിവസം കിടന്നുറക്കുമ്പോ രാത്രി ഉറക്കത്തിൽ കിടന്ന് ഇവര് വിളിച്ചു പറയുന്നു, എന്റെ ഭർത്താവ് മാക്ബത്താണ്
ഡങ്കനെ കൊന്നത്. തൊട്ട് താഴെ ഒരു തോഴി കിടപ്പുണ്ട്, അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവരത് കേട്ടു. യെസ്, അവരാണ് ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയാണ് മാക്ബത്താണ് ഡങ്കനെ കൊന്നത് എന്ന് പറയുന്ന ഒരു മുറുകുറുപ്പ് ജനങ്ങൾക്കിടയിലോട്ട് വരുന്നത്. ആ ന്യൂസ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു സോഴ്സ് അന്ന് വർഷങ്ങൾ, ഇതത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ അച്ഛനെ കൊന്നതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഡങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ മകൻ മാക്ബത്തുമായിട്ട് ലാസ്റ്റ് ഏറ്റുമുട്ടുന്നത്. അപ്പൊ മാക്ബത്തിന് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. ആ വരം ഇതാണ്: അമ്മ പ്രസവിച്ച ആർക്കും മാക്ബത്തിനെ കൊല്ലാൻ പറ്റില്ല. 2-3 ഡയലോഗിലൂടെ ഞാൻ പറയണേ. അമ്മ പ്രസവിച്ച ആർക്കും ആരെ കൊല്ലാൻ പറ്റില്ല? മാക്ബത്തിനെ കൊല്ലാൻ പറ്റില്ല. ലാസ്റ്റ് ഈ ഡങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ മകനും മാക്ബത്തും കൂടി മുഖാമുഖം യുദ്ധം ചെയ്യുമ്പോൾ മാക്ബത്ത് വെല്ലുവിളിക്കും ഡങ്കന്റെ മകനെ, എടാ നിനക്കെന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം നിനക്ക് ജന്മം നൽകിയതുമാരാണ് ഒരമ്മയാണ്. അമ്മ പ്രസവിച്ച ഒരാൾക്കും എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് എനിക്ക് ഒരു വരവുണ്ട്, പിന്നെ നിനക്ക് എങ്ങനെ എന്നെ കൊല്ലാൻ പറ്റും എന്ന്. പക്ഷെ ഈ ഡങ്കൻ രാജാവിന്റെ മകനും മാക്ബത്തിനെ കൊല്ലുകയാണ്. ഓക്കെ സാനു, അപ്പൊ എന്തായിരിക്കും കാരണം? പറയാമോ? അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നോക്കട്ടെ. യെസ്, അപ്പോ ഈ ഡങ്കൻ രാജാവിന്റെ മകൻ പറയും, എന്നെ അമ്മ പ്രസവിച്ചതല്ല, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒരു ഓപ്പറേഷനിലൂടെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം, ഷേക്സ്പിയറിന്റെ കൃതി എഴുതുന്ന സമയത്ത് പോലും സിസേറിയൻ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഗതിയെ കുറിച്ച് അതിനകത്ത് സൂചന കൊടുക്കും. യെസ്, അത് എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പൊ there is a mention about this. ഇതിനെ കുറിച്ച് ഒരു സൂചന കൊടുക്കും. I was taken from the womb of my mother by an operation. അപ്പൊ എന്നെ അമ്മ പ്രസവിച്ചിട്ടില്ല, നോർമൽ ഡെലിവറി അല്ല. ഓക്കെ. അപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിലാണ് അമ്മ പ്രസവിച്ചു എന്ന് പറയാൻ പറ്റും. യെസ്, മറ്റേതപ്പോ അമ്മ പ്രസവിച്ചു എന്ന് പറയാം, അമ്മ ജന്മം നൽകിയെന്ന് പറയാൻ പറ്റും. യെസ്, ഓക്കെ, ഐ വാസ് ടേക്കൻ. അപ്പൊ അങ്ങനെ പറയുന്നത് കുറെ കഥകളുണ്ട് അതിൻ്റെ. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഇത് വായിക്കണം. വായിച്ചിട്ട് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ. നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഇപ്പൊ നമ്മളൊരു പവൻ സ്വർണം വായിക്കുക, അതിന് നമ്മൾ ഒരു പവന് 70,000 രൂപ, അതാണ് അതിന്റെ മൂല്യം. നമ്മൾ 1 കിലോ സാധനം വാങ്ങും, അതിന് നമ്മളൊരു മൂല്യം കണക്കാക്കുന്നത് അതിന്റെ വിലയാണ്. വി മെഷർ ഇറ്റ് ബൈ ദ മീൻസ് ഓഫ് മണി. പണം എന്ന് പറയുന്ന സംഗതി കൊണ്ടാണ് നമ്മൾ ഇത് നടക്കുന്നത്. അതുപോലെ 3 ഡിക്ഷണറികളെന്ന് വെച്ചിരിക്കുന്നില്ലേ, 3 ഡിക്ഷണറി. ഇതാണ് കുറച്ചുകൂടി നല്ലത്, ഇതാണ് അതിനേക്കാൾ നല്ലത്, ഇതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയാൻ പറ്റുന്നത് എത്ര വാക്കുകളുടെ അർത്ഥം അതിനകത്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. അത് അളക്കുന്നത്, ഡിക്ഷണറിയുടെ മൂല്യം അളക്കുന്നത് ഈ ഷേക്സ്പിയറിന്റെ നാടകം വെച്ചിട്ടാണ്. അപ്പൊ വിചാരിക്കും, എങ്ങനെ വിചാരിക്കും? അപ്പൊ എ എന്ന് പറയുന്ന ഡിക്ഷണറി അതിന് പറയുന്നത് ഇതിന്റെ അകത്ത് ഷേക്സ്പിയറിന്റെ 2 നാടകത്തിലെ വാക്കുകളുടെ അർത്ഥമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ മൂല്യം. ബി എന്ന് പറയുന്ന ഡിക്ഷണറി വെച്ചിട്ട് പറയുന്നത് ഇതിന്റെ അകത്ത് ഷേക്സ്പിയറിന്റെ നാടകത്തിലെ 3 നാടകത്തിലെ വാക്കുകൾ അർത്ഥം എഴുതുന്നത് കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്നത് എനേക്കാൾ മെച്ചപ്പെട്ടതായി. ഷേക്സ്പിയറിന്റെ എത്ര നാടകത്തിലെ വാക്കുകളുടെ അർത്ഥം അതിൽ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഡിക്ഷണറിയുടെ മൂല്യം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതി. യെസ്, അത് കോമൺ ആയിട്ട് എടുക്കുന്നതാണ്. എത്ര ഡ്രാമ ബാക്കി വാക്കുകൾ ഇല്ല എന്നല്ല, പക്ഷെ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ എത്ര വാക്കുകൾ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഞാൻ മാക്ബത്തിനെ കുറിച്ച് വന്നപ്പോ അതിനെ കുറിച്ച് സൂചിപ്പിച്ചത് മാത്രമാണ്. യെസ്, നെക്സ്റ്റ് ഐ എന്നുള്ളത് മാറ്റാം, എല്ലാം ഐ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി. വി സോ SAW, സോ them, them yesterday, YESTERDAY. We saw them yesterday. Okay, very good.
We saw them yesterday. Okay, thanks here. Okay, Sudhi. Okay, Hira. Okay, Sanu. Sireshmi, ആ ബൈ ഇപ്പുറത്തേക്ക് മാറ്റിയത് അസിന് മുമ്പിലിടുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ, ദേ അല്ല, വി സോ ദം യെസ്റ്റർഡേ എന്നല്ലേ. നിമ്മി ആ ബൈ ഇപ്പുറത്തേക്ക് ഇടും, അസിന് മുന്നിലേക്ക് ഇടും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഓബ്ജക്റ്റ് എന്താണ്? ദം ആണ്. വാട്ട് എന്നുള്ള ചോദ്യത്തിന്റെ അത് ആൻസർ ഇല്ല. ജസ്റ്റ് കുറിച്ച് ചോദിക്കുക, ആരെ? ഞങ്ങൾ ഇന്നലെ അവരെ കണ്ടു. ആരെ കണ്ടു? അവരെ കണ്ടു. അപ്പൊ ദം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അപ്പൊ ദം വെച്ച് നമുക്ക് സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ അത് ദേന്നാണ്. ദേയുടെ കൂടെ വാസ് വരുമോ, വേറെ വരുമോ? യെസ്. പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ പാസ്റ്റ് ടെൻസ് ആണ്. സീ, സോ, സീ. There were seen yesterday. There were seen yesterday by us. By us. കാരണം ബൈ ഒടിക്കുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. യെസ്. ഓക്കെ, നിമ്മി കറക്റ്റ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞതേ വളരെ സിമ്പിൾ ആയത്, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പാസീവ് വോയിസ് ആണ് പറഞ്ഞത്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? കുറച്ചും കൂടി നിലവാരമുള്ള, നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഓക്കെ ശ്രീലക്ഷ്മി സംഗതിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് ഗ്രേഡ് ഒന്ന് കൂട്ടുകയാണ്. നിങ്ങളത് ആലോചിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ചോദ്യം ഇതാണ്. നമ്പർ 1. Did anybody, ANYBODY, anybody disturb, DISTURB, disturb him an hour, an hour, HOUR, an hour ago, AGO. I will repeat. Did anybody disturb him an hour ago? Question mark. Question mark. Yes. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, അങ്ങനെ വലിയ സീരിയസ് ആയ വിഷയം അതിൻ്റെ അതില്ല. ഓക്കെ ആക്ച്വലി ഡിഡ് എനിബഡി, ANYBODY, എനിബഡി ഡിസ്റ്റർബ്, DISTURB, ഡിസ്റ്റർബ് ഹിം an hour, HOUR, an hour ago. യെസ്. ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. മറ്റേതൊക്കെ നമ്മൾ ചെറിയ പിള്ളേരൊക്കെ ചെയ്ത്, ഞാൻ അത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഓക്കെ ശ്രുതി, വെരി ഗുഡ്. ഓക്കെ, യു ഹാവ് ഡൺ വെൽ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടാൽ മതി കേട്ടോ.
വേണ്ട 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 ഇനി പിടി. ആ ഓക്കെ അശ്വിനി. യെസ് ഓക്കെ ഹീര. ഓക്കെ താൻസിയ. യെസ് ഇത് ബുദ്ധിമുട്ടുള്ള കേസല്ല. യെസ് ഓക്കെ നൈസി. ഓക്കെ നിമി ജോസ്. യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 സാനു കറക്റ്റ് ആണ്. വാസ് ഹി ഡിസ്റ്റർബ്ഡ് an hour ago by anybody? ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, an hour ago വരെ എഴുതിയാലും കറക്റ്റ് ആണ്. രണ്ട് കറക്റ്റ് തന്നെയാണ്. ഓക്കെ യെസ് ആക്ച്വലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ മാറ്റുകയാണ്, വേറെ രീതിയിൽ പറയുന്നു. They did not okay Srilakshmi. അടുത്ത സെന്റൻസ്. They did not help her, HELP, help her last month, LAST, last month, MONTH, month. They did not help her last month. Okay, എഴുതിക്കോളൂ. ഓക്കെ ശ്രുതി. ഓക്കെ താൻസിയ. ആക്ച്വലി ടെൻസ് ഒന്ന് മാറ്റാറുണ്ട്. ഹീര. ഓക്കെ ലക്ഷ്മി ആ ഡെസിന്റെ അവിടെ കയറി വന്നു നോക്കിയേ. ഓക്കെ നിമ്മി. ഓക്കെ നൈസി. ഓക്കെ 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 ആഷിലി. ഓക്കെ കുഞ്ഞു കറക്റ്റ് ആണ്. ഓക്കെ 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 ശ്രീലക്ഷ്മി. ഓക്കെ 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 യെസ്. അപ്പൊ ശ്രീലക്ഷ്മി ഒരു ചോദ്യം ശ്രീലക്ഷ്മിയോട്. അപ്പൊ ശ്രീലക്ഷ്മി നടന്നു പോകുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ശ്രുതി വരെയാണ്. അപ്പൊ ശ്രുതിയോട് ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി മടങ്ങി വീട്ടിലേക്ക് പോവേണ്ട, നിങ്ങൾ എവിടെ പോയി? അത് ഇംഗ്ലീഷ് ചോദിച്ച് ശ്രീലക്ഷ്മി നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എവിടെ പോയി? ഇംഗ്ലീഷ് ചോദിച്ച് വേർ ഡിഡ് യു ഗോ? ഡിഡ് ആണ് ഉപയോഗിച്ചത്, അവിടെ ഗോ എന്നാണ് പറഞ്ഞത്, പ്രസന്റ് ടെൻസ്. അപ്പൊ ഡിഡ് ഗോയും വരുമ്പോ വേർ യു വെന്റ് എന്നുള്ള അർത്ഥമാണ്. വേർ ഡിഡ് യു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഡിഡ് നോട്ട് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഡിഡ് വന്നു കഴിയുമ്പോൾ ഹെൽപ്ഡ് എന്നുള്ള അർത്ഥമാണ്. നോബഡി ഹെൽപ്പ്. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഡിഡിൻഡ്. ഇത് മാറ്റി പിടിക്കാണ്. DIDN apostrophe T.
didn't, D-I-D-N apostrophe T, didn't anybody, A-N-Y-B-O-D-Y, anybody give, G-I-V-E, give the food, F-O-O-D, food. I will repeat the question. Didn't anybody give the food? Didn't anybody give the food? Yes, very good. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സുധി. ഓക്കെ ശ്രീലക്ഷ്മി. യെസ് ആശ്വതി. ഓക്കെ നേസി. ഇനി തുടക്കത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഓക്കെ താൻസിയ. ആ വാസ് നോട്ടുന്നുള്ളത് വാസിന്റെ നൽകിക്കോളും. യെസ് ഓക്കെ നിമി, വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഹീര വാസ് നോട്ടുള്ളത് വാസിന്റെ. യെസ് ആ ഡിഡിന്റെ അങ്ങോട്ട് മാറ്റിയിട്ട്, അല്ല സോറി, ഡിഡിന് പകരം വാസിന്റെ കേട്ടോ, അതിന്റെ കൂടെ നോട്ടുകൾ ചേർത്ത് വാസിന്റെ. അപ്പൊ എന്ത് പറയില്ല, വാസിന്റ് ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി, വാസിന്റ് ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി. അടുത്തത് വേറൊരു മോഡൽ സെന്റൻസ് ഇതാണ്. ഡിഡ് യു ഓക്കെ സാനു കറക്റ്റ്. Did you believe, B-E-L-I-E-V-E, believe them, T-H-E-M, them. Did you believe them? Question mark. Question mark. Did you believe them? Yes. ശ്രീലക്ഷ്മി ഓബ്ജക്റ്റ് കണ്ടുപിടിക്കൂ. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയുള്ളൂ, കറക്റ്റ് ആയിരുന്നു. ഓക്കെ സുധി, ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നോക്കിയേ, ഇത് കറക്റ്റ് ചെയ്യുന്ന ആളാണല്ലോ. യെസ് ഹീന, വെരി ഗുഡ്. സാനു, ആ ബിലീവിന്റെ ടെൻസ് എഴുതിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ നൈസി. ഓക്കെ ശ്രീലക്ഷ്മി, ആ യുവിന്റെ, ശ്രീലക്ഷ്മിയുടെ യുവിന്റെ മുന്നിൽ ഒരു പയ്യും കൂടി ചേർക്കാം. ഓക്കെ ഓക്കെ സാനു. ഓ നിങ്ങൾക്ക് ഐ എവിടെ നിന്ന് കിട്ടി? ഐയില് മിസ്റ്റേക്ക് വന്നു, ആ ഒബ്ജക്റ്റിൽ മിസ്റ്റേക്ക് വന്നു. കുഞ്ഞു കറക്റ്റ്. യെസ്, പിന്നെ അത് ഓക്കെ അശ്വിനി. ഓക്കെ 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 നിമി കറക്റ്റ്, ഇപ്പൊ കറക്റ്റ് ആയി. യെസ്
ഡിഡ് യു ബിലീവ് ദം? അതിനകത്ത് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച് ചില ആൾക്കാർ യു എന്നാക്കി. നോക്കിയേ, ആ ഡിഡ് ഇല്ലാന്ന് വിചാരിക്കും, അവിടെ ഇല്ലാന്ന് വിചാരിക്കും. ബാക്കി വായിച്ച്, യു ബിലീവ് ദം, നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിക്കുന്നു? അവരെ. അല്ല, അപ്പൊ ഡിഡ് വന്നപ്പോൾ നിങ്ങൾ അവരെ വിശ്വസിച്ചോ എന്നായി. ഇപ്പൊ അവരെ എന്നുള്ള ഓബ്ജക്റ്റ് നമുക്ക് കിട്ടിയല്ലോ. ഡിഡ് ഇല്ലായെങ്കിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാല്. യെസ്, വെരി ഗുഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. They did not receive, RECEIV, receive the parcel, PARCEL, parcel. They did not receive the parcel, PARCEL, parcel. Okay, very good. They did not receive the parcel. They did not receive the parcel. Okay, sir, very good. Okay, Nimi. Tansia, Ashley, Kira Rajesh, correct. Okay, Nancy. Okay, Prasad. Yes. ഇനിയപ്പോ നമുക്ക് ഒരു 7-8 മിനിറ്റ് കൂടെ ഉള്ളൂ. യെസ്, ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ്. യെസ്, അപ്പൊ അടുത്ത ടെൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്, എന്നിട്ട് ഇത് ആദ്യം പറയേണ്ടത്? അപ്പൊ ഞാൻ നേരത്തെ നിർത്തിയില്ലേ? യെസ്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് CBSE. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നമുക്ക് അതിലേക്ക് വരാം. യെസ്, ആരാണ് റെഡി ആയിട്ടിരിക്കുന്നത്? യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഒരു SMS ഇട്ടാൽ മതി, ഒരു മെസ്സേജ് ഇട്ടാൽ മതിയായിരുന്നു. യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് കണ്ടതെന്നാണ്? ഇപ്പൊ 20 ആയി, 5 മിനിറ്റോടെ തീരുമോ? ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ആൻഡ് അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ചോദ്യങ്ങൾ ചോദിക്കാം. ഇനിയിപ്പോ നമുക്ക് ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഓർമ്മിപ്പിക്കേണ്ട സംഗതി ഞാൻ സുധിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. സുധി SMS വരുമ്പോ തന്നെ ഒരു ഹിന്റ് ഇട്ടേക്കണം. അപ്പൊ പിന്നെ ഞാൻ അതനുസരിച്ച് കാണിച്ചു തരണം. യെസ്, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുന്നത് മാർക്കൊന്നും രേഖപ്പെടുത്തില്ല, വെരി സിമ്പിൾ, നിങ്ങൾ എഴുതിയാൽ മതി. എല്ലാ ആൻസറിന്റെയും തുടക്കം H ആണ്. H വെച്ചാണ് നമ്മള് തുടങ്ങിയത്. ചോദ്യം ഇതാണ്: എ ഷോർട്ട് നെയിം ഫോർ ഹിപ്പോപ്പൊട്ടാമസ്. എ ഷോർട്ട് നെയിം ഫോർ ഹിപ്പോപ്പൊട്ടാമസ്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. യെസ്, കറക്റ്റ് ആണ്, ഹിപ്പോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, another word for vacation. Another word for vacation. Yes,
സാനു, നൈസി, താൻസിയ. ഓക്കെ. വെക്കേഷനിൽ വേറൊരു വേർഡ് നമുക്ക് എച്ച് തുടങ്ങുന്നത് ഹോളിഡേ. ഹീരാനിമി ഇസ് എ കറക്റ്റ് ആൻസർ. ഹോളിഡേ. വെരി ഗുഡ്. യെസ്. അടുത്തത് നിങ്ങൾ ഞാൻ പറയുന്ന വേർഡിന്റെ വേറൊരു വേർഡ് പറഞ്ഞാൽ മതി. ട്രിക്ക്, TRICK. ട്രിക്ക് ഓർ ട്രീറ്റ്, TREAT. ട്രിക്ക് ഓർ ട്രീറ്റ് എന്നുള്ളതിന്റെ വേറൊരു വേർഡ്. ഹാക്ക് വേർഡ് ഉണ്ടോ എന്ന് സംശയമുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതല്ല. യെസ്, നമുക്ക് നോക്കണം. യെസ്, വേറൊരു വേർഡ് ഉണ്ട്. ട്രിക്ക് ഓർ ട്രീറ്റ്. ഹീര. യെസ്, അത് നമുക്ക് നോക്കണം. ഞാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ചത് ഹലോവീൻ എന്നാണ്. HALL. ഓക്കെ, WEEA. യെസ്, ഹലോവീൻ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. അടുത്തത് നിങ്ങളുടെ ആൻസർ ഫസ്റ്റ് ലെറ്റർ R ആണ്. റെഡ് എന്നുള്ളതിന്റെ R. രണ്ടാമത്തെ ലെറ്റർ E ആണ്. എലിഫന്റ്. ഓക്കെ, RE. യെസ്, ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 4 ചോദ്യം കൂടി ചോദിക്കാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നു. ബാക്ക് സൈഡ് ഓഫ് സംതിങ്. Back side of something. Back side of something. വേറൊരു പേരുണ്ട്. വാഹനം ഓടിക്കുന്നവർക്ക്. ഓക്കെ, കറക്റ്റ് ആൻസർ. റിയർ ആണ്. സാനു, ശ്രീലക്ഷ്മി, റിയർ വ്യൂ എന്നൊക്കെ പറയാം. റിയർ വ്യൂ. യെസ്, ഓക്കെ. Rear view. Rear. Actually, it's a correct answer. Yes. An explanation or justification. An explanation or justification as to why. 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 Actually, an explanation or justification as to why. Hira, you are right. Very good. Yes. Hira, thanks here. I don't know the correct answer. Hira, you are the host. Yes, reason. Yes. Other explanation, justification. Yes. Next question. To oppose, OPPOSE, oppose or disobey. To oppose or disobey one in authority. AUTHORITY. One in authority. Where work today? Refusal injury. To oppose or disobey one in authority. Here, then here, you are right answer. Sanu, it is a correct word. About Sanu, Sri. Yes, here, rebel. Yes, rebel. REBEL. Rebellion. That's your word. Okay. Yes, അടുത്തത്. A short break. BREAK, break. A short break for rest. REST, rest or relaxation. Recovery തിരിച്ചു വരവാണ്. ആരോഗ്യത്തിലേക്ക് മടങ്ങി വരും. A short break for rest. ചെറിയൊരു ബ്രേക്ക്. ഒരു വേർഡുണ്ട്.
റെസ്പിറ്റ് അല്ല, ജാൻസി അതല്ല, ഹീര അതല്ല. റിഫ്രഷ് പറയാമെങ്കിലും അല്ല, ഷോർട്ട് ബ്രേക്ക്. റിലാക്സേഷൻ അല്ല, റിലാക്സേഷൻ ആണ്, ഫോർ റിലാക്സേഷൻ ആണ്. റീസെറ്റ് അല്ല ശ്രീലക്ഷ്മി, വേറൊരു വാക്കുണ്ട്. റെഡ്യൂസ് അല്ല ജാൻസിയ. നൈസി, യു ആർ റൈറ്റ്, വെരി ഗുഡ്. യെസ്, നൈസി. റിസീസ്, RECESS. ഓക്കെ ജാൻസിയ, ഓക്കെ സുന്ദി, ഓക്കെ ശ്രീലക്ഷ്മി, അതാണ് എന്റെ കറക്റ്റ് വേർഡ്, റിസീസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചോദിക്കാം. യെസ്, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. പാസീവ് വോയിസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. ആരുടെയായിരുന്നു ശ്രീലക്ഷ്മി എന്നുണ്ടായിരുന്ന സോങ്? ശ്രീലക്ഷ്മി ആദ്യം വരുമ്പോഴത്തേനൊന്നും പറയണ്ടേ? കുഞ്ഞു, ആർ യു റെഡി? എവിടെ റെഡി സർ, റെഡി. കുഞ്ഞിനെ കാണാനില്ലല്ലോ. ഓക്കെ ഓക്കെ. സർ ഇവിടെ മഴയാണ്, ഓക്കെ ഓക്കെ. സൗണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നേരിയൊരു മഴയും നേരിയ ചൂടുള്ള കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും അതൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ. യെസ്, പാടട്ടെ സർ? ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, പൂരിതുൽക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ എന്നൊറ്റയ്ക്കു നിന്നില്ലേ, ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാക്കാരനും കാവലിനുള്ളിലാരും തുടച്ചില്ല, ചന്ദന പുഞ്ചിതയിൽ എന്റെ ചനുഴിയുണ്ടോ, മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. സാർ അത്രേ ഉള്ളൂ. Yes, very good. My favorite song അല്ലേ നൈസി? Yes, Thank okay, you, sir. okay. Thank you all. Thank you. Yes, okay. Thanks കൊടുക്കേണ്ട ശ്രീലക്ഷ്മിക്കാണ്. ശ്രീലക്ഷ്മിയാണ് ഓർമ്മിപ്പിച്ചത്. യെസ് അല്ലേ ശ്രീലക്ഷ്മി? യെസ്, ഒരാൾക്ക് കൂടി ചാൻസ് കേട്ടാ ശ്രീലക്ഷ്മി. സമയമുണ്ട്, ഒരാൾക്കും കൂടി. ആർക്ക് വേണം? വൺ മോർ പേഴ്സൺ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞോളൂ. യെസ് സാർ, ഒരു പ്രാർത്ഥന അല്ലട്ടെ? യെസ്, ധൈര്യമായിട്ട് പറയുക. ശരി. യം വൈദികാമന്ത്രിഷത്പുരാണ ഇന്ദ്രം യമം മാദരിശ്വാനമാഹു വേദാന്തിനോ നിർവചനീയമേനം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവൈത്യമോജൻ യം വൈഷ്ണവാ വിഷ്ണുവിനിർത്തുവന്തി ബുദ്ധസ്തദാ വന്തി നിർബോധജൈന ശാസ്ത്രീയകാലേ വികസികസന്ദ ശാസ്തേതി കേചിത് പ്രകൃതി കുമാര സ്വാമി നിമാനേതി പിതേതി ഭക്ത്യാ യം പ്രാപ്തയന്തേ ജഗദീശിതാരം സ ഏക ഏവ പ്രഭുരദ്വിതീയ. കഴിഞ്ഞു. ഓക്കെ. ഇത് എവിടെ പഠിച്ച? ഞാൻ വിദ്യാനികേതന്റെ സ്കൂളിലായിരുന്നു, അവിടുന്ന് പഠിച്ചതാ. കാരണം അത്
കുറച്ച് ഹയർ ഗ്രേഡിൽ നിൽക്കുന്നത് പണ്ട് വഴിക്ക് തോന്നി കേട്ടപ്പോഴേ. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ശ്രീലക്ഷ്മി ഇത് 2 പേർക്ക് നമ്മൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം ശ്രീലക്ഷ്മി റെഡി ആക്കി വെച്ചോളൂ. ഓക്കെ, അത് നമ്മുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ശ്രീലക്ഷ്മിയെ ഏൽപ്പിക്കുന്നു. വേറൊരു സംഗതി പറയാനുള്ളത് അറിയിപ്പിച്ചിട്ടുണ്ട്. നാളെയോ? നാളെ എന്റെ ക്ലാസ് ഉണ്ടോ? ഒരു മിനിറ്റ്. നാളെ ഇല്ലല്ലോ, ഫ്രൈഡേ അല്ലേ ഉള്ളത്? അല്ല, നാളെ മൺഡേ ഉള്ളത്. മൺഡേ. ഓക്കെ ഓക്കെ ഓക്കെ, മൺഡേ. അല്ല സാർ, ട്യൂസ്ഡേ അല്ലേ? സാറ് ഞങ്ങൾക്ക് ട്യൂസ്ഡേ വെനസ്ഡേ ആണ് എടുക്കുന്നത്. യെസ്. ഓക്കെ ഓക്കെ, നമ്പർ മാറിപ്പോട്ടെ. സോറി. ട്യൂസ്ഡേ വെനസ്ഡേ അല്ലേ? അപ്പൊ ഇനിയുള്ളത് അപ്പൊ ട്യൂസ്ഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീക്ക്. ഓക്കെ. ഞാൻ പെട്ടെന്ന് HA19 പോയി, സോറി. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, HA14 കഴിയാറായി. അപ്പൊ അടുത്തത് ഇരുന്നത് ആരുടെയാണ്? നിങ്ങളുടെയാണ്. ഓക്കെ, we will meet next day. Okay, bye. ഓക്കെ, താങ്ക് യു സർ. Okay.